അടുത്തിടെ സ്വർണ്ണവിലയിൽ 10% കുറവ് വന്നിട്ടുണ്ടായിരുന്നു. ഒക്ടോബറിലാണ് വില പാരമ്യത്തിലേക്ക് എത്തിയത്. ഈ വർഷം 67% വിലയിൽ വർധനവുണ്ടായിരിക്കുന്നത്. ഇത് സ്വർണത്തിന്റെ കാര്യത്തിൽ സർവകാല റെക്കോർഡ് തന്നെയാണ്. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ സ്വർണം സ്ഥിരമായ നേട്ടം സമ്മാനിച്ചിരിക്കുകയാണ്. ഡോളർ അടിസ്ഥാനത്തിൽ നോക്കുകയാണെങ്കിൽ 2023-ലും 2024-ലും യഥാക്രമം 13%, 27% നേട്ടമുണ്ടാക്കിയിട്ടുണ്ട്. 2022 ഫെബ്രുവരിയിൽ ആരംഭിച്ച റഷ്യ-ഉക്രൈൻ യുദ്ധം തുടക്കത്തിൽ സ്വർണ്ണവിലയെ സ്വാധീനിച്ചില്ല. എങ്കിലും അത് ഓഹരി വിപണിക്ക് തിരിച്ചടി തന്നെയായിരുന്നു. യുദ്ധം നീണ്ടുപോവുകയും 2023-ൽ ഇസ്രായേൽ ഹമാസ് സംഘർഷം തുടങ്ങുകയും ചെയ്തതോടെ സ്വർണ്ണവില ഉയരാനങ്ങ് തുടങ്ങി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സംഘർഷം വ്യാപിക്കും എന്നുള്ള നിലയിലായപ്പോൾ നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപം എന്നുള്ള നിലയിലാണ് സ്വർണത്തിലേക്ക് തിരിഞ്ഞത്. 2024-ലും സ്വർണത്തിന്റെ ഈ മുന്നേറ്റം തുടർന്നു. ഇതിന് പ്രധാന കാരണം കേന്ദ്ര ബാങ്കുകളുടെ വൻതോതിലുള്ള സ്വർണം വാങ്ങൽ തന്നെയായിരുന്നു. ആസ്തി വൈവിധ്യവൽക്കരണവും US ഡോളറിന്മേലുള്ള ആശ്രിതത്വവും കുറയ്ക്കലായിരുന്നു ഇതിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ. മറ്റ് നിക്ഷേപകരും വൻതോതിൽ സ്വർണത്തിലേക്ക് തിരിഞ്ഞപ്പോൾ വില സർവകാല ഉയരത്തിലേക്ക് എത്തുകയായിരുന്നു. ആഗോള സാമ്പത്തിക വളർച്ച അവലോകനം മോശമായതും റിസ്ക് വർദ്ധിച്ചതുമാണ് നിക്ഷേപകരെ സ്വർണത്തിലേക്ക് ആകർഷിച്ചത്. ആ സമയത്തെ ഉയർന്ന പണപ്പെരുപ്പം സാമ്പത്തിക വളർച്ചാ സാധ്യതകളെ മുരടിപ്പിച്ചിരുന്നു. അതിനാൽ US ഫെഡ് നിരക്ക് വർദ്ധിപ്പിക്കാനും ആരംഭിച്ചിരിക്കുകയായിരുന്നു. ഈ ഘട്ടങ്ങൾ US ഡോളർ ശക്തി ആർജിക്കുന്നതിനും ഇടയാക്കി. ആഗോള സംഘർഷ സാധ്യതകൾ, സാമ്പത്തിക വളർച്ച അനുമാനത്തിൽ വന്ന കുറവ്, ഓഹരി വിപണിയിലെ പ്രത്യേകിച്ച് AI അധിഷ്ഠിത മേഖലകളിലെ പരിമിതമായ നേട്ടങ്ങൾ എന്നിവ സ്വർണത്തിന്റെ ഊഹക്കച്ചവട സാധ്യതകൾ വർദ്ധിപ്പിക്കുകയായിരുന്നു. ആഗോള ധനവിപണികൾ ശക്തമായി തുടരുമ്പോഴും ഓഹരികളിലേക്കുള്ള നിക്ഷേപം കുറഞ്ഞു വരികയായിരുന്നു. ഗവൺമെന്റുകളുടെ അനുകൂലമായ സാമ്പത്തിക നയങ്ങളും പണനയവും കോവിഡിന് ശേഷം ആഗോള ധനവിപണിക്ക് ലഭിച്ച ഉത്തേജനവും സാമ്പത്തിക സാഹചര്യം ശക്തിപ്പെടുത്തുന്നതിൽ പ്രധാന പങ്കുവഹിച്ചിരുന്നു. ഇതേ തുടർന്ന് സ്വർണത്തിൽ മാത്രമല്ല വെള്ളിയിലും ബിറ്റ്കോയിനിലും വരെ നിക്ഷേപകർ ഊഹക്കച്ചവട സാധ്യതകൾ തേടുകയായിരുന്നു. എന്നാൽ ഈ വർഷം, അതായത് 2025-ൽ സാഹചര്യം മാറി. US ഡോളറും ഫെഡ് നിരക്കുകളും പിന്നോട്ട് പോകാൻ തുടങ്ങി. US ഡോളർ ക്രമേണ ദുർബലമാകാൻ ആരംഭിച്ചു. ഫെഡ് ആകട്ടെ ഇനി നിരക്കുകൾ ഉയർത്തേണ്ടതില്ല എന്നുള്ളത് തീരുമാനിക്കുകയും ചെയ്തു. ഈ നയമാറ്റവും സ്വർണത്തിന് അനുകൂലമായി മാറുകയായിരുന്നു. അപ്പോഴേക്കും US വ്യാപാര സംഘർഷം ആരംഭിച്ചു. ട്രംപിന്റെ താരിഫ് യുദ്ധം ആഗോള വളർച്ചാ പ്രതീക്ഷകളെ തകിടം മറിക്കുകയും റിസ്ക് സാധ്യതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു. അമേരിക്കയുടെ ഉയർന്ന പൊതുകടവും ഫെഡ് നിരക്കുകൾ കുറച്ചേക്കുമെന്നുള്ള വിലയിരുത്തലുകളും US ഡോളറിനെ മറ്റ് പ്രധാന കറൻസികളെ അപേക്ഷിച്ച് കൂടുതൽ ദുർബലമാക്കി. മറ്റ് കറൻസികളെ അപേക്ഷിച്ച് ഡോളറിന്റെ മൂല്യത്തിൽ വരുന്ന കുറവ് സ്വർണത്തിനെ കൂടുതൽ ആകർഷകമാക്കി മാറ്റുകയായിരുന്നു. ഇത് സ്വർണത്തിന്റെ ആഗോള ഡിമാൻഡ് വർദ്ധിപ്പിക്കുകയും ചെയ്തു. അന്താരാഷ്ട്ര ഇടപാടുകളിലും റിസർവ് കറൻസിയിലും ഉപയോഗിക്കുന്നതിലും ഡോളറിന്റെ പ്രാധാന്യം കുറയ്ക്കാനുള്ള പ്രമുഖ രാഷ്ട്രങ്ങളുടെ നീക്കങ്ങളും സ്വർണത്തിന് അനുകൂലമായി മാറുകയായിരുന്നു. ഇപ്പോൾ 4% എത്തി നിൽക്കുന്ന ഫെഡ് നിരക്ക് അടുത്ത വർഷത്തോടെ, അതായത് 2026-ൽ ഇനിയും കുറഞ്ഞേക്കാം എന്നുള്ള വിലയിരുത്തലിലാണ് സാമ്പത്തിക ലോകം ഇപ്പോൾ ഉള്ളത്. 3 വർഷത്തിനിടയിൽ സ്വർണ്ണവില ഏകദേശം 120% വരെ ഉയർന്നു. എന്നാൽ ഈ നില തുടരുമോ എന്നുള്ള കാര്യം പ്രവചനാതീതം തന്നെയാണ്. പ്രത്യേകിച്ച് വിപണിയിൽ ലാഭമെടുപ്പിന്റെ സാധ്യത നിലനിൽക്കുമ്പോൾ നമുക്കറിയാം ഈ വർഷത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി താരിഫുമായി ബന്ധപ്പെട്ട അമേരിക്കൻ നിലപാടുകളായിരുന്നു. അതിലൊരു മാറ്റം വന്നേക്കാം എന്നുള്ള സൂചനകളുണ്ട്. ചൈനയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിൽ നിന്നും ശക്തമായ എതിർപ്പ് വരുന്ന സ്ഥിതിക്ക് അമേരിക്കൻ നിലപാട് മയപ്പെടുത്താൻ തന്നെയാണ് സാധ്യത. ട്രംപിന്റെ വ്യാപാര നയങ്ങൾ തിരിച്ചടിയായേക്കാം എന്നുള്ള തിരിച്ചറിവ് മെല്ലെ ഉയർന്നു വന്നു തുടങ്ങിയിട്ടുമുണ്ട്. ഇന്ത്യയും ചൈനയുമായുള്ള വ്യാപാര കരാറുകൾ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നതും ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ്. 2026-ന്റെ പകുതിയോടെ അമേരിക്കയിൽ ഇടക്കാല തെരഞ്ഞെടുപ്പും വരാനുണ്ട്. അപ്പോൾ ഇത്തരം വിനാശകരമായ നയങ്ങളുടെ വിലയിരുത്തലും നടന്നേക്കാവുന്നതാണ്. പ്രത്യേകിച്ച് പണപ്പെരുപ്പം കൂടുതൽ ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. ഇപ്പോൾ US ഡോളർ സൂചിക 96-ൽ നിന്ന് 100-ലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇത് ഡോളർ കൂടുതൽ ശക്തി ആർജിക്കും എന്നുള്ളതിന്റെ ഒരു സൂചനയാണ്. ഈ മാറ്റം പക്ഷേ സ്വർണത്തിന് ഒട്ടും ഗുണകരമാവില്ല. സ്വർണത്തിന്റെ വിലയിൽ വരുന്ന കുറവ് ഓഹരി വിപണിക്കും തിരിച്ചടിയാകുമോ എന്നുള്ള ആശങ്ക നിക്ഷേപകരുടെ മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിൽ അതിനുള്ള സാധ്യത തീരെ കുറവാണ്. പ്രത്യേകിച്ച് 3-ാം പാദം മുതൽ ഓഹരി വരുമാനത്തിൽ കാര്യമായ വളർച്ച പ്രതീക്ഷിക്കുന്ന സാഹചര്യത്തിൽ ഓഹരി വരുമാനം വർദ്ധിക്കുകയും അതോടൊപ്പം US ഫെഡ് നിരക്ക് കുറയ്ക്കുകയും US താരിഫ് സംഘർഷങ്ങളിൽ അയവ് വരികയും ചെയ്താൽ ഓഹരി വിപണിയിൽ വലിയ മുന്നേറ്റം ഉണ്ടാകും. സ്വർണം ഓഹരികൾക്ക് വലിയ വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യത്തിന് കാര്യമായ മാറ്റം വന്നേക്കാവുന്നതാണ്.